ഹലോ ഗൈസ്, വെൽക്കം ടു എസ്കേപ്പ് ഫാമിലി വ്ളോഗ്സ്. ഇത് ഞങ്ങളുടെ ഒരു ചെറിയ ഫോട്ടോഷൂട്ടാണ് കേട്ടോ. ഞങ്ങളുടെ സ്വന്തം ചിങ്കാരി കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. 8 വയസ്സായിരിക്കണം. എത്ര പെട്ടെന്നാണ് ഈ കുട്ടികളൊക്കെ വളരുന്നത്. ഇന്നലെ ഉണ്ടായ മാതിരി, ഇന്നലെ എൻ്റെ കയ്യിലേക്ക് കിട്ടിയ മാതിരിയാണ് എനിക്ക് ഇപ്പോഴും അവളെ കാണുമ്പോൾ. അപ്പം ഈ ശ്രിയ എന്ന പേര് വന്നതിന് തന്നെ ഒരു ചെറിയ കഥയുണ്ട് കേട്ടോ. എൻ്റെ പേര് ശ്യാമിലി എന്നാണ്. ആൻഡ് അവളുടെ അച്ഛൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്. പക്ഷേ സ്പെല്ലിങ് SRIJITH ആണ്. അപ്പൊ ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരിലെ അക്ഷരങ്ങൾ എടുത്തിട്ടാണ് ഇവൾക്ക് ഞങ്ങൾ പേരുണ്ടാക്കിയത്. എസ് ഞങ്ങൾക്ക് കോമൺ ആണ്. പിന്നെ ശ്രീജിത്തിന്റെ RIയും എൻ്റെ YAയും എടുത്തിട്ടാണ് നമ്മൾ ശ്രിയ എന്നുള്ള പേരുണ്ടാക്കിയത്. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ, ഈ ആദ്യത്തെ അക്ഷരവും അച്ഛൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരവും ഒരേപോലെ ഇരിക്കണം എന്നുള്ളത്. ശ്രീജിത്ത്, 2 ശ്രീകാര്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേരിന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പേരാണ്. ശ്രീയയ്ക്കും ഇപ്പോൾ കുറച്ചൊക്കെ ഇഷ്ടമാണ്. എന്നാലും ഞങ്ങൾ അങ്ങനെ വിളിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. ഞങ്ങൾ നോനുനാണ് ഇവിടെ വിളിക്കുക. നോനല്ല, ഇഷ്ടം പോലെ പെറ്റ് നെയിംസ് ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയെങ്കിലും കൊഞ്ചിച്ച് വിളിക്കുന്നത് മാത്രമാണ് അവൾക്ക് ഇഷ്ടമുള്ളൂ. ശ്രീയാനെ വിളിക്കുന്നത് നമ്മൾ വഴക്ക് പറയാൻ. അതുകൊണ്ട് തന്നെ അവൾക്ക് അങ്ങനെ വിളിക്കുന്നത് കേൾക്കുന്നത് ഇഷ്ടമല്ല. എനിക്കും ഇതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ. എനിക്കും ഉണ്ട് ഒരു പെറ്റ് നെയിം. എന്നെ പെറ്റ് നെയിം അല്ലാതെ എൻ്റെ കൂടെ ഉള്ളവർ ആരെങ്കിലും വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞങ്ങൾ പ്രേമിക്കുന്ന കാലത്ത് എൻ്റെ അടുത്ത് ജിത്ത് ചോദിച്ചിരുന്നു, നിങ്ങൾ ഞാൻ വീട്ടിൽ വിളിക്കുന്ന പോലെ വിളിച്ചോട്ടെ. ഞാൻ പറഞ്ഞു വിളിച്ചോ, പക്ഷെ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും വഴക്കുറവ് മാത്രമാണ് അങ്ങനെ എൻ്റെ പേര് വിളിക്കാറുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോഴും എന്നെ ചിത്രയാണ് കേട്ടോ വിളിക്കാറ്. നമ്മൾ വിഷയത്തിൽ നിന്ന് വീണ്ടും തന്നെ ആരംഭിക്കുന്നു. അപ്പൊ അതാ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് എൻ്റെ സുന്ദരക്കുട്ടീനെ ഒരുക്കി ബർത്ത്ഡേ ഗേളിന്റെ ഇതൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് കുറെ ഫോട്ടോസ് എടുക്കണം. നല്ല സ്ഥലമായിരുന്നു കേട്ടോ. അതിൻ്റെ ഇവളുടെ ബർത്ത്ഡേ സമ്മർ ടൈം ആയതുകൊണ്ട് ഒരുപാട് പൂക്കളൊക്കെ, August 6 ഇവളുടെ ബർത്ത്ഡേ. അതുകൊണ്ട് കുറെ പൂക്കളൊക്കെ നിൽക്കുന്ന സമയമാണ്. ഭയങ്കര പച്ചപ്പും ഹരിതാഭയും കാണുന്ന സമയം. അതുകൊണ്ട് തന്നെ ഫോട്ടോസിനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. ആൻഡ് ഞങ്ങളിങ്ങനെ കുറേയേറെ ഫോട്ടോസ് എടുത്തിട്ട് അങ്ങനെ നടക്കുവാണ്. ഒരുപാട് നോലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവള് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വന്ന ഒരു കുഞ്ഞു മാലാഖ കുട്ടിയാണ് കേട്ടോ. ഞങ്ങളുടെ സോറോസും ഞങ്ങളുടെ ഹാപ്പിനെസ്സും ഞങ്ങളുടെ സ്ട്രഗിൾസും എല്ലാം കൂടെ നിന്ന് ഷെയർ ചെയ്തേക്കുന്ന ഒരു കുഞ്ഞു കുട്ടി. പല സാഹചര്യങ്ങളിലും ഇവൾക്ക് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു പാവം. എന്തായാലും പക്ഷേ ഇവൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ. അത് ചിലർ പറയും അങ്ങനെ മക്കൾക്ക് വേണ്ടിയിട്ടല്ല ജീവിക്കേണ്ടത്, നമുക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില സമയത്ത് ഞങ്ങൾ അനുഭവിച്ച ആ ഒരു റിലാക്സേഷൻ ഇവൾക്ക് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ തോന്നും. എനിവേ എല്ലാം ഫ്യൂച്ചറിൽ ശരിയാണെന്ന് പ്രതീക്ഷിക്കും. കണ്ണും പൂട്ടി പൂഞ്ചേരാടാലോ കഞ്ഞും പൂശി പൂഞ്ചേരാടാലോ ചേരാടാലോ. ബർത്ത്ഡേയുടെ തലേ ദിവസം ചെറിയൊരു ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് പുറത്തു പോയതാണ് കേട്ടോ ഇത്. കാരണം അവസാന മിനിറ്റ് കുറച്ച് ഷോപ്പിങ്ങുകളുണ്ടല്ലോ. തലേ ദിവസത്തെ അവളുടെ മെയിൻ പരിപാടി പടം വരയ്ക്കൽ. അതുതാ എനിക്ക് കൊണ്ടുപോയി തന്നതാണ് ക്രിസ്മസ് പാർട്ടി സെറ്റ് ചെയ്യുന്നതിന്. ആൻഡ് ഇത് ഇന്നത്തെയും കാഴ്ചയാണ് കേട്ടോ. പോകുന്ന സമയത്ത് അച്ഛയുടെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന ആള് നോനൂട്ടനാണ്. അപ്പോൾ എപ്പോഴും നല്ല കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കാറുണ്ട്. അതെത്ര വേണമെങ്കിലും എടുത്ത് കൊടുക്കുകയും ചെയ്തോളൂ കേട്ടോ. അതിനൊരു മടിയില്ല. കുറേ പേര് വന്ന് സംസാരിക്കാറുണ്ട്, ഇത് ഡാഡീസ് ഗേൾ ആണല്ലോ, നല്ല ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കുന്നു. പിന്നെ ഡാൻസ് ക്ലാസ്സിലേക്കാണ് ഡാൻസ് പഠിക്കുന്നത്. ഡെയിലി ഇരുന്നിട്ട് ചെയ്യുന്ന പ്രവൃത്തികളാണിരുന്നത്. എല്ലാവരും കാണാനായിട്ട് പോകുന്ന പോലെയാണ് കേട്ടോ നോർമൽ ഡാൻസ് ക്ലാസ്.
അങ്ങനെ നമ്മൾ ഇതാണ് പിറ്റേ പിന്നെ ദിവസം നോനൂടെ വൈകിട്ടായപ്പോഴത്തേക്കും dress. ബർത്ത്ഡേ നോനൂനൊരു, ഡെക്കറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് hair bowing ഉടുപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇടിപ്പിച്ച് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. തലമുടിയൊന്നും കിട്ടിയിട്ടില്ല, ജസ്റ്റ് ഉടുപ്പിട്ടിട്ടേ ഉള്ളൂ. സോ ഇതിനകത്ത് ഇങ്ങനെ ഒരു ത്രെഡ് ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ആ ത്രെഡ് എല്ലാത്തിലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് ഇവിടെ ഒട്ടിക്കാൻ പറ്റിയിട്ടില്ല. പകരം ഞാൻ വിചാരിച്ചു ഇത് കേക്ക് കട്ട് ചെയ്യുന്ന ടേബിളിൻ്റെ പൊക്കത്തിൽ ജസ്റ്റ് ഇങ്ങനെ പേര് മാത്രം വെക്കാമെന്ന്. ഇനി ഇവിടെ നമുക്ക് കേക്ക് വെക്കാം, അതിൻ്റെ ചുറ്റും കുറച്ച് ഇതും വെക്കാം, എന്തുവാ കപ്പ് കേക്ക്സും വെക്കാം. അപ്പം അത്രയും സ്ഥലം തികയോന്നറിയില്ല. ഒരു കുഞ്ഞ് ടേബിളാണ്. ഇവിടെ കഴിഞ്ഞാൽ അവൾക്ക് നിന്ന് തന്നെ മുറിക്കാൻ ഒത്തിരി ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് അങ്ങനെ തന്നെ നിന്ന് മുറിക്കുക. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ഇത് സെലക്ട് ചെയ്തത്. പിന്നെ കുറച്ച് ബലൂണൊക്കെ അവിടെ ഇവിടെ കിട്ടിട്ടുണ്ട്. ഇവളുടെ ഒരു പിങ്ക് റൂമാണ് കേട്ടോ ഉദ്ദേശിച്ചേക്കുന്നത്. ഇവിടെയുള്ള മിക്കതും തന്നെ പിങ്ക് സാധനങ്ങളാണ്, അല്ലാത്തതും ഉണ്ട് കേട്ടോ, ബ്ലൂ ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഡെക്കറേഷൻസ് ഒക്കെ കാണാം. അപ്പോൾ നോനിൻ്റെ 8th ബർത്ത്ഡേ ആണ്. ഇതാ ഇവിടെ കുറേ 8th ബർത്ത്ഡേയുടെ തീമുണ്ട്. പിന്നെ ഞാൻ ഒരു ഹാപ്പി 8th ബർത്ത്ഡേ ആണ്. പിന്നെ നടുക്ക കൂടെ കുറേ ബട്ടർഫ്ലൈന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെയാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഇവരുടെ സ്റ്റഡി ടേബിളാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ശ്രീയ എന്നുള്ള പേര് കിട്ടിയത്. നമുക്ക് തൂക്കിയിടാനുള്ള സാധനങ്ങളൊന്നുമില്ല. സോ ഞാൻ വിചാരിച്ച് ഇതാണ് കേട്ടോ നോനുൻ്റെ ഫ്രണ്ട്സ്. അപ്പോൾ അവർ രണ്ടുപേരും എന്താ അവരെ പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. 3 ആളും കൂടെ ബലൂൺ ഉറപ്പിച്ച് കളിക്കുവാണ്. ഞങ്ങൾ അധികം പേരെയൊന്നും വിളിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങൾക്ക് അത്യാവശ്യം വേണ്ടപ്പെട്ട കുറച്ച് ഫാമിലീനെ മാത്രം. കാരണം ഞങ്ങളുടെ ഫ്ലാറ്റ് ഭയങ്കര ചെറുതാണ്. അപ്പോൾ ഒരുപാട് പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത്രയും പേരേ ഉള്ളൂ നമ്മളുടെ ഫങ്ഷന് വേണ്ടിയിട്ട്. ഒരു കുഞ്ഞ് പാർട്ടി, കുറച്ച് ഫുഡ് കഴിക്കുക, എല്ലാവരുമായിട്ട് ഇത്തിരി നേരം സംസാരിച്ചിരിക്കുക, അതൊക്കെയായിരുന്നു കേട്ടോ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം. ആൻഡ് കുട്ടിക്ക് എല്ലാവരെയും കാണുമ്പോൾ ഒരു ഹാപ്പിനെസ്, അങ്ങനെ. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോയി. കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ഇതാണ് കേട്ടോ കേക്ക്. ഈ കേക്ക് ഞങ്ങൾ ഇത്തിരി കൂടുതലായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ 16 പേർക്ക്, അങ്ങനെ 16-15 ആൾക്കാരൊക്കെ ആയിരുന്നു നമ്മുടെ ഫങ്ഷൻ ടോട്ടൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത്ര പേർക്കെന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷേ നമ്മുടെ കൂട്ടത്തിലുള്ള മിക്കവരും തന്നെ ഭയങ്കര ഡയറ്റ് കോൺഷ്യസ് ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഷുഗർ കട്ടിലൊക്കെ പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ കേക്ക് അധികം ചിലവായില്ല. ശരിക്കും ഒരു 1/2 kg കേക്കൊക്കെ ഇനഫായിരുന്നു കേട്ടോ. കുട്ടികളാണെങ്കിൽ അധികം കഴിച്ചില്ല. കുട്ടികൾക്ക് ഇപ്പോൾ കുറേ പേർക്കൊന്നും മധുരം ഇഷ്ടമല്ല, എന്താണെന്നറിയില്ല. വന്നിരിക്കുന്ന കുട്ടികളൊന്നും അധികം കഴിച്ചില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിരിഞ്ഞു. അപ്പോൾ ഇതാണ് കേട്ടോ നോനിൻ്റെ കേക്ക്. ഒരു വണ്ടർഫുൾ ബർത്ത്ഡേ ആയിരുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.